വീടിന്റെ മെയിൻ ഡോർ സ്റ്റീൽ ഡോർ ആക്കാമോ? ഇരുമ്പ് നെഗറ്റീവ് എനർജി ആണോ? ഇതൊക്കെയായിരുന്നു സംശയങ്ങൾ. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് നെഗറ്റീവ് എനർജി, എന്താണ് പോസിറ്റീവ് എനർജി എന്ന് നോക്കാം. ഏത് ഊർജമാണോ നമ്മുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ, ഉയർത്താൻ സഹായിക്കുന്നത്, അതാണ് പോസിറ്റീവ് എനർജി. ഏത് ഊർജമാണോ നമ്മുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യിക്കുന്നത്, അതാണ് നെഗറ്റീവ് എനർജി. ഇനി സ്റ്റീൽ ഡോറിന്റെയും വുഡൻ ഡോറിന്റെയും വ്യത്യാസം നോക്കാം. വുഡൻ ഡോറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റീൽ കുറച്ചുകൂടി സ്ട്രോങ് ആണ്, ഡ്യൂറബിൾ ആണ്, മെയിൻ്റനൻസ് കുറവാണ്, കോസ്റ്റ് വൈസും കമ്പാരിറ്റീവ്ലി കുറവാണ്. നമ്മളെ സഹായിക്കുന്നവരെ തിരികെ സഹായിക്കുക എന്നുള്ളത് നോർമൽ ടെൻഡൻസിയാണ്. അതിനെ ലോ ഓഫ് റെസിപ്രോസിറ്റി എന്ന് പറയും. നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് ഭൂമിയാണ്. ഇപ്പൊ സ്റ്റീൽ എന്ന് പറയുന്നത് അയൺ പ്ലസ് കാർബൺ ആണ്. ഭൂമിയിലെ പൊല്യൂഷന്റെ തേർഡ് ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ ആണ് സ്റ്റീൽ ഇൻഡസ്ട്രി. അപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഭൂമിയെ ബുദ്ധിമുട്ടിച്ച് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ഇരുമ്പിനധികം ആയുസില്ലാത്തതും ഇരുമ്പ് പെട്ടെന്ന് തുരുമ്പിക്കുന്നതും ഇരുമ്പ് നെഗറ്റീവ് എനർജി എന്നൊക്കെ പറയുന്നത്. അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇരുമ്പ് വീട്ടിലാണെങ്കിൽ നെഗറ്റീവ് എനർജി ആണോ എന്നാണ് ചോദ്യം. എന്ന് വെച്ചാൽ ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്കിത് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഫാക്ടറീസ്, മാനുഫാക്ചറിങ് യൂണിറ്റ്സ്, ഇവിടെ എല്ലാം നമുക്ക് അയൺ ഷട്ടേഴ്സ് ആണ്, അയൺ ഡോർസ് ആണ്. അവിടെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സ്ട്രെങ്ത് ആണ് അവിടെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ഇനി വീട്ടിൽ നിന്നും ഇരുമ്പിന്റെ അളവ് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കില്ല. കൺസ്ട്രക്ഷനും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് മെയിൻ ഡോറിൽ മാത്രമാണ്. അതുകൊണ്ടാണ് മെയിൻ ഡോറ് ഇരുമ്പാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റീൽ ആണെങ്കിൽ നെഗറ്റീവ് എനർജി ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞ് ഇതിനെ ഭയത്തോടുകൂടി കാണേണ്ട കാര്യമില്ല. ഒന്ന് നല്ലത്, ഒന്ന് മോശം എന്നല്ല. എന്തുകൊണ്ടാണ് നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് മനസ്സിലാക്കിയിട്ട് നമുക്ക് സ്വയം തീരുമാനിക്കാം ഏത് വേണം.